കോസ്റ്റ് ഗാർഡിന്റെ പ്രതിനിധി ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്, സമീർ. ശ്രീ സമീർ, ഇപ്പോൾ ഈ സൂചിപ്പാറയിൽ കുടുങ്ങിയ 3 പേരെ എങ്ങനെ രക്ഷിക്കും? ഹലോ ശ്രീ സമീർ, എങ്ങനെയാണ് ഈ 3 പേരെ അവിടെ നിന്നും പുറത്തെത്തിക്കുക? കാലാവസ്ഥ ഇതുപോലെ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. മാക്സിമം പോസിബിൾ വേയിൽ ഏറ്റവും പെട്ടെന്ന് റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമത്തിലാണ് കോസ്റ്റ് ഗാർഡ്. അപ്പോൾ ലോക്കൽ അസിസ്റ്റൻസ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഒന്ന് വിശദീകരിക്കാമോ ശ്രീ സമീർ? ഇപ്പോൾ നമുക്ക് അറിയാനാകുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വടം കെട്ടിക്കൊണ്ട് ഒരാളെ മറുകരയിൽ എത്തിച്ചിരിക്കുന്നു. ആ മറുകരയിൽ നിന്ന് തന്നെയാണെങ്കിൽ തന്നെ അപ്പുറത്തേക്ക് പുറം ലോകത്തേക്ക് എത്തിക്കാൻ എത്ര താമസമുണ്ട്? സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ കീഴ്ഭാഗത്താണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലാൻഡ് മാസ് ആണ്. അപ്പോൾ അവരെ അവിടെ നിന്ന് കാൽനടയെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരു 3 മണി കാൽനടയെ അവരെ മേളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 മണിക്കൂറായി നമ്മളുടെ 30 പേര് അവിടെ ഓപ്പറേഷൻ എൻഗേജ്ഡ് ആണ്. അതാണ് കറണ്ട് അപ്ഡേറ്റ്. നിങ്ങൾ എത്ര പേരുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്ന്? കോസ്റ്റ് ഗാർഡിൽ നിന്ന് 30 പേര്, ഫോറസ്റ്റിന്റെ 10 പേര്. അപ്പോൾ ഫോറസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് അല്ലേ? ഫോറസ്റ്റ് ആണ്. നമുക്ക് ആ ലാൻഡ് മാർക്സിനെ പറ്റി നമുക്ക് അധികം വ്യക്തതയില്ല. അതിന്റെ വഴി കാണിക്കാനും കാര്യങ്ങൾക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കോസ്റ്റ് ഗാർഡ് ആണ് ആക്റ്റീവ്ലി എൻഗേജ്ഡ്. അപ്പൊ ഈ വടം കെട്ടി ഒരാളെ അപ്പുറത്തെത്തിച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണോ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ സഹായം തീർച്ചയായിട്ടും ഉണ്ട്. കോസ്റ്റ് ഗാർഡും ഫോറസ്റ്റും ചേർന്നുള്ള കമ്പൈൻഡ് ഓപ്പറേഷൻ ആണ്. അതെ, ഈ വടം കെട്ടി 3 പേരെയും അപ്പുറത്തേക്ക് എത്തിക്കാനാണോ ആലോചിക്കുന്നത്? അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും ഇതുവരെ കൺട്രോൾ റൂമിൽ കിട്ടിയിട്ടില്ല. ഒരാളെ അപ്പുറത്ത് എത്തിച്ചു എന്ന് പറയുന്നു. ഫോറസ്റ്റിലെ ഒരു ജീവനക്കാരൻ തന്നെയാണ് പറഞ്ഞത്. അവര് ആക്ച്വലി ആ പ്രദേശത്ത് മൊബൈൽ ടവറും നമുക്ക് കണക്ടിവിറ്റി കുറവുണ്ട്. അപ്പോൾ അവിടെ ഓൺ സൈറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ കൺട്രോൾ റൂമിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്കൊരു വ്യക്തത വരുള്ളൂ. ഇപ്പോൾ ഈ എയർ ലിഫ്റ്റിംഗ് ഇന്ന് സാധ്യമേ അല്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാമോ? കുറച്ച് കഴിഞ്ഞ ശേഷം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതല്ലെങ്കിൽ മാർഗം എന്ന് പറയുന്നത് നടന്നു തന്നെ കയറണം അല്ലേ? നടന്നു തന്നെ കയറണം. അത് എത്ര സമയം പിടിക്കും നടന്ന് അപ്പുറത്തെത്താൻ? 2 മണിക്കൂറോളം എടുക്കും. സൂചിപ്പാറ ബേസ് ക്യാമ്പിൽ നിന്ന് 2 മണിക്കൂർ എടുക്കും. സൂചിപ്പാറ ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് ചുരൽമല ക്യാമ്പിലേക്ക് എത്താൻ 2 മണിക്കൂർ എടുക്കും. അവര് നടക്കാൻ ഉള്ള ആരോഗ്യത്തിലല്ല എന്ന് തോന്നുന്നു. ഒരാൾക്ക് പരിക്കുണ്ടെന്നും കേൾക്കുന്നു. നടക്കാനുള്ള സിറ്റുവേഷനിലല്ല, എന്നാൽ കൂടി നമ്മൾ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. മാക്സിമം അവരെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവരെന്തിനാണ് പോയത്? വല്ല വിവരമുണ്ടോ? ഇവര് രക്ഷാപ്രവർത്തനത്തിനായിട്ട് പോയവരാണ്. ആരെ രക്ഷിക്കാൻ? അവിടെ കുടുങ്ങിക്കിടന്നുള്ള മറ്റ് ലോക്കൽ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് പോയതെന്നുള്ളതാണ് പ്രാഥമിക വിവരം. ഇവര് 3 പേര് ഒറ്റയ്ക്ക് അങ്ങ് പോവുമായിരുന്നു അല്ലേ? അതെ. അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടൊരു ഡീറ്റെയിൽസ് എനിക്ക് ഇല്ല. ശ്രീ സമീർ, താങ്കൾക്ക് അറിയുന്ന മറ്റു കാര്യങ്ങൾ കൂടി കുറച്ചൊന്ന് പറയാൻ പറ്റുമോ? ഈ 2 മണിക്കൂർ അപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റും. ഈ 3 പേരിൽ ആർക്കോ പരിക്കുണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? ഇവര് പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം 3 ദിവസം കൊണ്ട് ഇവർ കുടുങ്ങിക്കിടക്കുക എന്നാ പറയുന്നത്. അതിന്റേതായ ഒരു ഭയവും ആഹാരമില്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. 3 ദിവസമായില്ലേ? അതെ. വളരെ നന്ദി ശ്രീ സമീർ. ഞാൻ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ബന്ധപ്പെടാം. ഒന്ന് ഫോൺ എടുത്തേക്കണേ. കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ അദ്ദേഹം നൽകിയ വിവരമനുസരിച്ച് കോസ്റ്റ് ഗാർഡിൽ നിന്നും 30 പേരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് 10 പേരുമാണ് ഇവരെ മറുകര എത്തിക്കാനുള്ള ശ്രമത്തിൽ വ്യാപൃതരായിട്ടുള്ളത്. ഇപ്പോൾ ഫോറസ്റ്റിലെ ജീവനക്കാർ നൽകിയ വിവരമനുസരിച്ചാണെങ്കിൽ ഒരാളെ റോപ്പിട്ട് വടം കെട്ടി അപ്പുറത്ത് എത്തിച്ചിരിക്കുന്നു. മറ്റ് 2 പേരെ കൂടി അപ്പുറത്തെത്തിക്കേണ്ടത്. 3 ദിവസമായി ഇവരിവിടെ കുടുങ്ങിയിട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 3 ദിവസമായി ഇവരിവിടെ കുടുങ്ങിയിരിക്കുന്നു. അതിൻ്റെതായ ക്ഷീണം, ഭക്ഷണം കിട്ടാത്ത ബുദ്ധിമുട്ട് ഇതൊക്കെയുണ്ട്. അതാണ് ഇവർ ക്ഷീണിതരാണ്. 45 ഡിഗ്രി ചെങ്കുത്തായ താഴ്വരയാണ്, താഴേക്കാണ് ഉള്ളത്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ചൂരൽ മലയിലേക്ക് നടന്നെത്താൻ 2 മണിക്കൂറിലധികം എടുക്കും. അപ്പോൾ ഇവർക്ക് നടക്കാനുള്ള ആരോഗ്യമുണ്ടെന്ന് കരുതുന്നില്ല. അപ്പോൾ ഇവരെ എങ്ങനെ അപ്പുറത്തെത്തിക്കുമെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. എയർലിഫ്റ്റിംഗ് കാലാവസ്ഥ അനുകൂലമായ ആ നിമിഷം എയർലിഫ്റ്റിംഗ് നടത്തും, പക്ഷേ അനുകൂലമല്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം.